ചത്തുപോയ സമ്പദ് വ്യവസ്ഥ നിറഞ്ഞ ഇന്ത്യയെപ്പോലെ ചത്തുപോകുന്ന സമൂഹമായി നമ്മളും മാറുന്നുവോ? ചോദിക്കുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. വേണ്ട, ആ വിലാസത്തെക്കാൾ നല്ലത് രാജീവ് ഗാന്ധിയുടെ മകൻ രാഹുൽ ഗാന്ധിയാണ്. ഉന്നാവോ കേസിൽ ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന ആ മാരക മൃഗം എന്ന് പറയുന്നതിനേക്കാൾ വലിയ ആ ഭീകരന് കോടതി കേസ് ശിക്ഷ മരവിപ്പിക്കുകയും ഒടുവിൽ ജാമ്യം കൊടുക്കുകയും ചെയ്യുന്ന നീതിപീഠങ്ങൾ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയുടെ അടയാളങ്ങളായി മാറുന്ന കാലത്ത് എവിടെയാണ് നീതി കിട്ടുക? ആ കേസിൽ ഹാജരായ വക്കീലിനെയും പിതാവിനെയും വാഹനമിടിച്ചും പോലീസ് സ്റ്റേഷനിൽ വെച്ചും അതിദാരുണമായി കൊലപ്പെടുത്തി. ആ കൊല്ലപ്പെട്ട കേസുകൾ പോലും ഏറ്റെടുക്കാൻ ആർക്കും ധൈര്യമില്ല. സെൻഗർ എന്ന് പറയുന്ന സർവാധിപതിയായ ഏറ്റവും ഭീകരനായ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഏറ്റവും മുറിവേൽപ്പിക്കപ്പെട്ട രാജ്യത്തിൻ്റെ മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ ഉന്നാവോ കേസിൻ്റെ ആ പരിസമാപ്തിയുടെ പുതിയ കഥ കണ്ടാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ പറഞ്ഞത്. 2018 അയാൾ എഴുതിയിരുന്നു, ദ മിസ്റ്റീരിയസ് ഡെത്ത് ആൻഡ് ഹറീഡ് ബറിയൽ വിത്തൗട്ട് ആൻ ഓട്ടോപ്സി ഓഫ് കീ വിറ്റ്നസ് ഇൻ ദ ഉന്നാവോ റേപ്പ് ആൻഡ് മർഡർ കേസ് ഇൻവോൾവിംഗ് BJP MLA കുൽദീപ് സെങ്കാർ സ്മെൽസ് ഓഫ് എ കൺസ്പിറസി. ഈസ് ദിസ് യുവർ ഐഡിയ ഓഫ് ജസ്റ്റിസ് ഫോർ അവർ ഡോട്ടേഴ്സ് മിസ്റ്റർ 56? 56 ഇഞ്ച് നെഞ്ചുള്ള പെൺകുട്ടികളെ സ്നേഹിക്കുന്ന, എന്തിന് ബംഗ്ലാദേശിലും അതിൻ്റെ അപ്പുറത്തെ സ്ഥലങ്ങളിലും ഏതെങ്കിലും ഒരാൾ കൊല്ലപ്പെടുമ്പോൾ കരയുന്ന നാറികൾ എവിടെ കരയുന്ന നാറികൾ? അതിൻ്റെ പേരിൽ പോസ്റ്റ് ഇടുന്ന നാറികൾ എവിടെ? സ്വന്തം രാജ്യത്ത് ഒരു പെൺകുട്ടിയെ അവളെ പീഡിപ്പിച്ച് ആ പീഡനത്തിൻ്റെ എല്ലാ വേദനകളും അനുഭവിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കയറുമ്പോൾ വീണ്ടും മാരകമാംവിധം ആവർത്തിച്ച് കൊല്ലുന്ന നീതിന്യായ വ്യവസ്ഥയുടെ മുന്നിൽ നിശബ്ദമായി നിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടം. ആ ഭരണകൂടത്തിന് സാക്ഷിയായാണ് എല്ലാത്തിനും ഒത്താശ ചെയ്തു കൊടുത്ത അർണബ് ഗോസ്വാമി പോലും ഒടുവിൽ പൊട്ടിത്തെറിച്ചത്. ഇതെന്ത് രാജ്യം, ഇതെന്ത് നീതി വ്യവസ്ഥയെന്ന് അദ്ദേഹത്തിൻ്റെ വീഡിയോയിലൂടെ ഈ രാജ്യത്തോട് ചോദിച്ചത്. ഒരുപക്ഷെ തന്ത്രമോ അല്ലെങ്കിൽ റീച്ച് വർദ്ധിപ്പിക്കാനെന്നോ ഒക്കെ പറഞ്ഞാൽ പോലും, നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പെറ്റ തള്ള സഹിക്കാത്ത അനീതിയാണ് ഒരു പെൺകുഞ്ഞിനോട് പ്രവർത്തിക്കുന്നത്. ഇന്നുണ്ടായതെന്താ? രാഹുൽ ഗാന്ധി പങ്കുവച്ച എക്സ് പ്രൊഫൈലിലെ ട്വിറ്റെന്താ? ആ പെൺകുട്ടി കുടുംബവും ഇന്ത്യ ഗേറ്റിന് സമീപം തങ്ങളുടെ കേസിലെ പ്രതിയായ ഏറ്റവും ഭീകരനായ, പുറത്തിറങ്ങിയാൽ തങ്ങളെ കൊന്നുകളയുമെന്ന് എല്ലാ അർത്ഥത്തിലും വിശ്വസിക്കുന്ന അവന് ജാമ്യം കൊടുത്തത്രേ ഡൽഹി ഹൈക്കോടതി. അതിൻ്റെ പേരാണ് ഡൽഹി ഹൈക്കോടതി. ആ വിധി പ്രസ്താവിച്ച ന്യായാധിപന് നാളെ കാത്തിരിക്കുന്നത് ചിലപ്പോൾ ഉയർന്ന പദവികളാവാം. രാഹുൽ ഗാന്ധി എക്സ് പ്രൊഫൈലിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ഈ സച്ച് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗ്യാങ് റേപ്പ് വിക്ടിം ജസ്റ്റിഫൈഡ്? ഒരു കൂട്ടബലാത്സംഗത്തിലെ അതിജീവതയോട് കാണിച്ച പ്രവൃത്തി ന്യായീകരിക്കാവുന്നതാണോ? ഈസ് ഹെർ ഫോൾട്ട് ദാറ്റ് ഷീ ഡെയർ ടു റേസ് ഹെർ വോയിസ് ഓഫ് ജസ്റ്റിസ്? നീതിക്ക് വേണ്ടി അവൾ ധീരമായി ഉയർത്തിയ ശബ്ദമാണോ അവൾ ചെയ്ത കുറ്റം? ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഡിസപ്പോയിൻറ്റിംഗ് ആൻഡ് ഷെയിംഫുൾ ദാറ്റ് ഹെർ പെർപെട്രേറ്റർ, എ ഫോർമർ BJP MLA, വാസ് ഗ്രാൻഡഡ് ബെയിൽ, എസ്പെഷ്യലി വെൻ ദ വിക്ടിം ഈസ് ബീയിങ് റിപ്പീറ്റഡ്ലി ഹരാസ്ഡ് ആൻഡ് ലിവിങ് ഇൻ ഫിയർ. അതിജീവതയായ ആ പെൺകുട്ടി കടുത്ത മനോവേദനയിലും ഭയത്തിലും കഴിയുമ്പോൾ ഒരു മുൻ BJP MLAക്ക് കോടതി ജാമ്യം കൊടുത്ത് പുറത്തുവിടുന്നത് നാണക്കേടും നിരാശാജനകവുമായ ഒരു സംഗതിയാണ്. ബെയിൽ ഫോർ റേപ്പിസ്റ്റ് ആൻഡ് ദ വിക്ടിംസ് ട്രീറ്റഡ് ലൈക്ക് ക്രിമിനൽസ്. വാട്ട് കൈൻഡ് ഓഫ് ജസ്റ്റിസ് ഈസ് ദിസ്? റേപ്പിസ്റ്റിന് ജാമ്യം, ഇരയായ പെൺകുട്ടിയെ ക്രിമിനലിനെ പോലെ ട്രീറ്റ് ചെയ്യപ്പെടുന്നു, കുറ്റവാളിയെപ്പോലെ തെരുവിലൂടെ വലിച്ചഴക്കപ്പെടുന്നു, അവളെയും വൃദ്ധയായ അമ്മയെയും. വാട്ട് കൈൻഡ് ഓഫ് ജസ്റ്റിസ് ഈസ് ദിസ്? ഇതാണോ നീതി? ഇതെന്ത് തരം നീതിയാണ്? വി ആർ നോട്ട് ജസ്റ്റ് എ ഡെഡ് എക്കോണമി വിത്ത് സച്ച് എ ഇൻഹ്യൂമൻ ഇൻസിഡൻസ്, വി ആർ ഓൾസോ ബിക്കമിങ് എ ഡെഡ് സൊസൈറ്റി. നമ്മളൊരു ചത്ത സമ്പദ് വ്യവസ്ഥ മാത്രമല്ല, മനുഷ്യത്വം ഇല്ലാതായി മരവിച്ച് ചത്തുപോയ മാനവികതയുടെ അടയാളമായി ഈ രാജ്യം മാറുന്നു. ഈ രാജ്യത്തിൻ്റെ ഭരണകൂട സംവിധാനങ്ങൾ മാറുന്നു. ഇറ്റ്സ് നോട്ട് ഓൺലി എ ഡെഡ് എക്കോണമി, ഇറ്റ്സ് വി ആർ ബിക്കമിങ് എ ഡെഡ് സൊസൈറ്റി. ഒരു ചത്ത സമൂഹമായി മാറുന്നു. ഇൻ എ ഡെമോക്രസി, റൈസിംഗ് ഓഫ് വോയിസസ് ഡിസെൻറ്റ് ഈസ് എ റൈറ്റ് ആൻഡ് സപ്രസിംഗ് ഇറ്റ്സ് എ ക്രൈം. ഒരു ജനാധിപത്യ രാജ്യത്ത് വ്യത്യസ്തമായ ശബ്ദമുയർത്തുന്നത് അവകാശമാണ്, അതിനെ നിശബ്ദമാക്കുന്നത് കുറ്റകരവുമാണ്. ദ വിക്ടിം ഡിസേർവ്സ് റെസ്പെക്ട്, സെക്യൂരിറ്റി ആൻഡ് ജസ്റ്റിസ്, നോട്ട് ഹെൽപ്ലെസ്നെസ്, ഫിയർ ആൻഡ് ഇൻജസ്റ്റിസ്. ആ അതിജീവിതയായ പെൺകുട്ടി അർഹിക്കുന്നത്
ബഹുമാനവും സുരക്ഷിതത്വവും നീതിയുമാണ്, അല്ലാതെ നിസ്സഹായതയും ഭയവും അനീതിയുമല്ല. ഇത് രാഹുൽ ഗാന്ധി എക്സ് പ്രൊഫൈലിൽ കുറിച്ചതാണ്. ഈ നാട്ടിലെ സ്ത്രീകളുടെ അവകാശത്തിനു വേണ്ടി ശബ്ദമുയർത്തുന്നവർ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഒച്ചവെക്കുന്നവർ, ബംഗ്ലാദേശിൽ ആരെയെങ്കിലും ചുട്ടുകൊന്നാൽ ഇവിടെ കിടന്ന് നിലവിളിക്കുന്ന വായി നോക്കികളും നാറികളുമായ മനുഷ്യാവകാശത്തിൻ്റെ രൂപങ്ങൾ അണിഞ്ഞവരെ ഒരു പെൺകുഞ്ഞിനോടാണ് ഈ ചെയ്യുന്നത്, ഒരു രാജ്യമാണ് ഈ ചെയ്യുന്നത്, ഒരു ഭരണകൂടമാണ് ഒപ്പം നിൽക്കുന്നത്. ഇത്തരം ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന ഏത് നീതിന്യായ വ്യവസ്ഥയായാലും എല്ലാ ബഹുമാനത്തോടും കൂടി അത്തരം കാര്യങ്ങളെ ഈ സമൂഹം മറ്റൊരു കാഴ്ചപ്പാടിൽ കാണേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് ശരി. വി ആർ നോട്ട് ഓൺലി എ ഡെഡ് എക്കോണമി, വി ആർ റൈറ്റ് നൗ ഈസ് എ ഡെഡ് സൊസൈറ്റി ടു. നമ്മുടെ സമൂഹം ഒരു ചത്ത സമൂഹമായി മാറുന്നു. ജാതിക്കും മതത്തിനും വർഗീയതയ്ക്കും വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്ന, ഛർദ്ദിക്കുന്ന, കോപ്പുകൂട്ടുന്ന വെറും പന്നന്മാരുടെ സമൂഹമായി നമ്മൾ മാറുന്നു എന്നതാണ് സത്യം.